വളരെ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്രകാരം ഒരു അവസരം സർവശക്തനായ ദൈവം തന്നതിനായി ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ 149 വർഷം ദൈവം എത്രയോ അത്ഭുതകരമായി ഈ തലവൂർ CSI സഭയെ വഴി നടത്തി, അല്ലെങ്കിൽ ഇവിടെ സഭ സ്ഥാപിതമായി അന്നു തൊട്ട് ഈ സഭ എത്രയും അത്ഭുതമായി കാത്തുപരിപാലിക്കുന്നു എന്നോർത്ത് ഞാനും നിങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. സ്ഥാപനകാലത്ത് ഇവിടെ ശുശ്രൂഷിച്ച റവറൻ J. നോയൽസ് എന്ന ആ മിഷണറിയെ പ്രത്യേകമായി ഞാൻ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റു. നമ്മുടെ ഈ സഭ ടിങ്കിൾ ടൊബേ മെമ്മോറിയൽ സഭയായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരങ്ങനെയാണ്. ടിങ്കിൾ ടൊബേ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ, ആരംഭകാലങ്ങളിൽ വളരെ ശക്തമായി വളരെ പ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്ത മിഷണറിമാരിൽ ഒരാളായിരുന്നു ആദ്യകാലങ്ങളിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മിഷണറി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി തെക്കൻ തിരുവിതാംകൂറിൽ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾ വളരെയധികം വ്യാപിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോടുകൂടെ ധാരാളം മിഷണറിമാർ ആ കാലഘട്ടങ്ങളിൽ വന്നിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കന്യാകുമാരി പ്രദേശങ്ങൾ, തിരുനെൽവേലി, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം, ഈ പ്രദേശങ്ങളെല്ലാം കർത്താവിന് വലിയ ശുശ്രൂഷകൾ ആ കാലങ്ങളിൽ നടത്തപ്പെട്ടു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന ഈ അനുഗ്രഹത്തിനെല്ലാം കാരണം ഈ സുവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ അനാദികാലത്തിന് മുമ്പേ നിർണയിച്ച ആ രക്ഷയുടെ സന്ദേശം നമ്മുടെ ഇവിടുത്തെ ജനങ്ങളും അറിയണം, നമ്മുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും അറിയണം എന്ന് ദൈവം ആഗ്രഹിച്ച തക്ക സമയത്ത്, കൃത്യം പറഞ്ഞാൽ ഇന്നേക്ക് 140 വർഷം മുമ്പ് അതിവിടെ വന്നു. നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ അത് സ്വീകരിച്ചു, അതിന് അനുസരണമുള്ളവരായി തീർന്നു. അതുമൂലമുണ്ടായ പുരോഗതിയല്ലാതെ, അതുമൂലമുണ്ടായ അനുഗ്രഹമല്ലാതെ മറ്റൊന്നില്ല എന്ന് നമ്മൾ മറന്നുപോകാം. ഈസ്റ്റ് കേരള മറാഠ പ്രദേശങ്ങളിൽ സുവിശേഷം ആദ്യം എത്തിയിട്ട് ഏതാണ്ട് 175 വർഷം ആകുന്നേ ഉള്ളൂ. ഏതാണ്ട് അതേ കാലഘട്ടം തന്നെയാണ് ഈ പ്രദേശങ്ങളിലും തെക്കൻ തിരുവിതാംകൂറിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടത് എന്ന് നമ്മുടെ കാലക്രമം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മിഷണറിമാരുടെ ആ ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളാരും മറന്നു പോകരുത്. അത് വേറെ ഒന്നുമല്ല, നമ്മെപ്പോലെയുള്ള ആളുകൾ ആ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ, ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, അങ്ങനെ എണ്ണപ്പെടാത്ത ആളുകൾ, അവരെ ആണ് പ്രധാനമായും ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ലക്ഷ്യം വെച്ചത് എന്ന് മറന്നു പോകാം. നമ്മളെ തേടിയല്ല അവർ വന്നത് എങ്കിൽ പോലും, പ്രത്യേകിച്ച് മധ്യ കേരളം തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ, മധ്യ തിരുവിതാംകൂർ നോക്കുമ്പോൾ അവിടെയുള്ള ആദ്യകാല ക്രിസ്ത്യാനികളെ ആ ക്രിസ്തു മാർഗത്തിലേക്ക്, യഥാർത്ഥ ക്രിസ്തു മാർഗത്തിലേക്ക് തിരികെ വരുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അന്നുള്ള സഭയെ നവീകരിക്കാൻ വേണ്ടിയാണ് മിഷണറിമാർ വന്നത് എന്ന് കാണുവാൻ സാധിക്കുന്ന ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അത് ഒരു പരിധിവരെ വിജയിച്ചു. എന്നാൽ അത് പൂർണ്ണമായിട്ട് വിജയിക്കാതെ വന്നപ്പോൾ അവരെ മറ്റു പ്രദേശങ്ങളിലേക്ക് അവരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു. അങ്ങനെ അന്ന് ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്കും സുവിശേഷം വ്യാപിച്ചു. അങ്ങനെ ഈസ്റ്റ് കേരള മഹാട പ്രദേശങ്ങളിലും സുവിശേഷം വന്നു. ഏതാണ്ട് അതേ കാലഘട്ടങ്ങളിൽ തന്നെയാണ് വടക്കൻ കേരളത്തിലും സുവിശേഷം വ്യാപിച്ചത്. ഇന്ന് നമ്മൾ കേരളക്കരയിലേക്ക് നമ്മൾ തിരികെ നോക്കുമ്പോൾ ഏതെല്ലാം വികസനങ്ങൾ വന്നിട്ടുണ്ടോ, അത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ശരി, ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും ശരി, വ്യവസായപരമായ കാര്യങ്ങളാണെങ്കിലും ശരി, ഇനിയിപ്പോൾ തോട്ട വ്യവസായമാണെങ്കിലും ശരി, നാടിൻ്റെ വികസനപരമായ കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാ തലങ്ങളിലും അടിസ്ഥാനപരമായ എല്ലാ വികസനത്തിനും കാരണം ഈ മിഷണറിമാരുടെ കടന്നുവരവാണ്, അല്ലെങ്കിൽ സുവിശേഷം വ്യാപിച്ചാണ്, അല്ലെങ്കിൽ വിദ്യ, അറിവ് നമുക്ക് ലഭിച്ചതാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താൽ തന്നെ നമ്മൾ ദൈവത്തിന് നന്ദി കരയറ്റണം. കാരണം ഇന്നേക്ക് ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ഈ സുവിശേഷം
കർത്താവ് ആ മിഷണറിമാരെ കൊണ്ട് അയച്ചില്ലെങ്കിൽ നമ്മുടെ ചിത്രം, നമ്മുടെ രൂപം, ഭാവം മറ്റൊന്നായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു ബിഷപ്പായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാം ഇവിടെ ആരാധനയ്ക്കായിട്ട് ഇവിടെ കൂടി വന്നിരിക്കും. CSI സഭ രൂപീകൃതമായപ്പോൾ അതിന് വ്യത്യസ്തമായൊരു മുഖം കൂടെ വന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ CSI എന്ന് പറയുന്നൊരു ഐക്യസഭയാണ്. ഐക്യസഭയിൽ പണ്ട് ക്രിസ്ത്യാനികളായിരുന്നവരുമുണ്ട്, അല്ലെങ്കിൽ AD 52 മുതൽ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളും അതിനുശേഷം കാലാകാലങ്ങളിൽ വന്ന ക്രിസ്ത്യാനികളും ഈ അടുത്ത കാലത്ത് വന്ന ക്രിസ്ത്യാനികളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും സമൂഹത്തിൻ്റെ ഏത് തട്ടിലുള്ള ആൾക്കാരും സാമ്പത്തികമായി ഉള്ളവരും ഇല്ലാത്തവരും കൂലിപ്പണിക്ക് പോകുന്നവരും കൂലിപ്പണി ചെയ്യിപ്പിക്കുന്നവരും എല്ലാ ആൾക്കാരും ചേർന്നതാണ് CSI സഭ എന്ന് പറയുന്നത്. അതൊരു ഐക്യസഭയാണ്. അതാണ് എൻ്റെ മഹത്വം, അതാണ് എൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഇന്ന് നമ്മൾ CSI എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത് എല്ലാവരും ചേർന്ന ഒരു ഐക്യസഭയാണ്. CSI എന്ന് പറയുന്ന ഒരു ഐക്യസഭയാണ്. മറ്റെല്ലാ സഭകളും ഒറ്റ സഭകളാണ്. നമ്മുടെ സഭ ഐക്യസഭയാണ്. ഒറ്റ സഭ എന്ന് പറഞ്ഞാൽ ഒറ്റ സഭ എന്നാണ് അർത്ഥം. അതിൽ മറ്റ് ആൾക്കാർ അധികമായിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. കനാനായ സഭ എന്ന് പറഞ്ഞാൽ കനാനായ ആൾക്കാർ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക്കാണ് അതിൻ്റെ അകത്തുള്ളത്. സിറിയൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ സിറിയൻ കാത്തലിക്കാണുള്ളത്. മാർത്തോമാ സിറിയൻ എന്ന് പറഞ്ഞാൽ മാർത്തോമാ സിറിയൻകാരാണ് അതിൻ്റെ അകത്തുള്ളത്. CSI എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരും ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത, ജനറലായിട്ട് പറയുമ്പോൾ. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ന് കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയായി, രണ്ടാമത്തെ വലിയ സഭയായി നമ്മുടെ സഭ നിലകൊള്ളുന്നു, ഈ ഐക്യസഭ. അതിൻ്റെ ഭാഗമായി നിൽപ്പാൻ നമുക്കും ഇടയായതിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല ദൈവത്തിന് നന്ദി കരയറ്റാം. ഈ ഐക്യം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടതാണ്. ഐക്യം എന്ന് പറയുന്നത് അത് നമ്മൾ ആരെങ്കിലും, അല്ലെങ്കിൽ ഇന്നേക്കൊരു 75 വർഷം മുമ്പ് നമ്മുടെ സഭാപിതാക്കന്മാർ അവരുടെ ഒരു പ്രത്യേക ആലോചനയിൽ വന്നതല്ല. നമ്മുടെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥം ഇന്നേക്ക് 3/4 നൂറ്റാണ്ടിന് മുമ്പ് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. പ്രാർത്ഥന ഇതായിരുന്നു: പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് എന്നിൽ വിശ്വസിക്കുന്ന, എന്നിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്ന ദൈവത്തെ അറിയുന്ന ആളുകൾ എല്ലാവരും ഒന്നായിരിക്കണം. അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന, മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് നമ്മൾ പഠിക്കുന്നത് അതാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇന്നേക്ക് 3/4 നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ സഭാപിതാക്കന്മാർ മനസ്സിലാക്കി. അതുകൊണ്ട് അതിനുവേണ്ടി അവർ ഏതാണ്ട് 11 വർഷത്തിലധികം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെയാണ് വ്യത്യസ്ത പാരമ്പര്യങ്ങളുള്ള സഭകൾ ഒരുമിച്ച് ചേർന്നത്. നമ്മളും ഈ കൊച്ചു കേരളത്തിൽ വളരെ കൃത്യമായും 3 പാരമ്പര്യങ്ങളായിട്ട് നിന്നിരുന്ന സഭകൾ ഈ പ്രദേശങ്ങളിൽ, തെക്കൻ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ LMS-ഉം, മധ്യ കേരളത്തിൽ CMS-ഉം, വടക്കൻ കേരളത്തിൽ BMS-ഉമായിട്ട് നിന്ന മിഷൻ സഭകൾ, അതാത് സഭാ മിഷൻ പാരമ്പര്യ, സഭയുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് ആ മിഷൻ പ്രവർത്തനം ആരാധന നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ 1947 സെപ്റ്റംബർ 27 ഒറ്റ സഭയായി തീർന്നു. അതാണ് നമ്മുടെ ഐക്യസഭ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു രീതി പറഞ്ഞത് മാത്രമേ. ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളൊരു ഐക്യസഭയാണ്, എല്ലാ ആൾക്കാരും. അത് എല്ലാ തലങ്ങളിലുമുണ്ട്. എല്ലാ സഭകളിലും ഈ വ്യത്യസ്ത ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ മഹാടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8ഓളം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. 8ഓളം ഭാഷകൾ സംസാരിക്കുന്ന, പ്രധാനമായിട്ടും തമിഴും മലയാളം, പിന്നെ ആദിവാസി ഭാഷകളാണ്, ട്രൈബൽ ഭാഷകളാണ് ബാക്കിയുള്ളത്. അതിനകത്ത് 2 ഭാഷകളിൽ വേദോസ്തം ചെയ്യുന്നുണ്ട്, പുതിയ നിയമം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലിപി മലയാളമാണ്, പക്ഷേ അവരുടെ ഭാഷയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അവരെല്ലാം ചേരുന്നതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്, CSI സഭ എന്ന് പറയുന്നത്. എല്ലായിടത്തും അങ്ങനെ വ്യത്യസ്ത ആൾക്കാരുണ്ട്, അവരെല്ലാം ഒന്നായി നിൽക്കുന്നു. ആ ഒരുമ, ആ ഐക്യത കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ മാത്രമേ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യുകയുള്ളൂ, അന്യർത്ഥമായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മറന്നുപോകണം. ഓക്കെ, അത് സഭയുടെ ഒരു ചരിത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വായിച്ച ഇന്ന് ചിന്തിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൂടെ ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. പുറപ്പാട് 12:14 നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യമാണ്. ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യനിയമമായും നിങ്ങൾ അത് ആചരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യനിയമമായും
നിങ്ങൾ അത് ആചരിക്കുകയാണ്. സന്ദർഭം നമുക്കറിയാം. സാധാരണ നമ്മൾ പെസഹ ആചരിക്കുന്ന വേളകളിൽ ഈ വേദഭാഗങ്ങൾ ഉൾപ്പെടുത്തി വായിക്കുന്നതാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ അടിമത്തിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ആ ഒരു ചിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഭാഗമാണ്, നിങ്ങൾ ഇന്ന് പുറപ്പെടാൻ പോവുകയാണ്, ഇന്ന് നിങ്ങൾ പുറപ്പെടുകയാണ്, നിങ്ങൾ മിസ്രയീമിൽ താമസിച്ചത് മതി, ഇവിടുത്തെ കഷ്ടങ്ങൾ പ്രയാസം ഞങ്ങൾ കണ്ടു എന്ന് വേദവസം പറഞ്ഞിരിക്കുന്നു. ആ ദൈവം നിശ്ചയിച്ച തക്ക സമയം കഴിഞ്ഞപ്പോൾ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു. മിസ്രയീമിൻ്റെ അടിമത്തിൽ നിന്നവരെ ദൈവം പുറപ്പെടുവിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്തെല്ലാം ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്, മതി ഇവിടെ താമസിച്ചത്, ഇനി നിങ്ങളെ മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ കഷ്ടമായിരുന്നു, പ്രയാസമായിരുന്നുവെങ്കിൽ അതിന് വ്യത്യസ്തമായ ഒരു രാജ്യത്തേക്ക്, വേദോസ്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്, സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഈ പുറപ്പെടുവിക്കുന്ന ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പ്രവാസികളായിട്ടിരുന്നത്, അല്ലെങ്കിൽ ആ താമസിച്ചതും അടിമകളായിട്ടിരുന്നതുമായ വർഷം എന്ന് പറയുന്നത് 430 വർഷമാണ്. അബ്രാഹാമിനോട് ദൈവം അരുളി ചെയ്ത വചനത്തിനനുസരിച്ച് ഒരു യാഗം കഴിക്കുന്ന സമയത്ത്, ദൈവത്തിൻ്റെ പ്രത്യേക അരുളപ്പാടിനാൽ യാഗം കഴിക്കുന്ന സമയത്ത് വലിയ അന്ധകാരവും വലിയൊരു പ്രത്യേക അന്തരീക്ഷവും ഉണ്ടായപ്പോൾ ദൈവത്തിന് വെളിപ്പാട് അബ്രാഹാമിനുണ്ടായി. അബ്രാഹാമിനോട് പറഞ്ഞ, അബ്രാഹാമേ, നിന്റെ മക്കൾ നിങ്ങളുടേതല്ലാത്ത രാജ്യത്ത് 430 വർഷം പ്രവാസികളായി. 430 വർഷം പ്രവാസികളായി. 430 വർഷം കഴിയുന്ന അന്ന് നിങ്ങളെ എന്ത് ചെയ്യും? വിടുവിക്കും. അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദാനമാണെന്ന് മറന്നു പോകരുത്. പിന്നീട് നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. ഈ വേദവസം വായിക്കും, അതിനകത്ത് സമയ ചുരുക്കത്തിൽ കൂടുതൽ റെഫറൻസ് പറയുന്നില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിച്ച് 430 വർഷം ചെയ്യുന്ന അന്ന് അവർ പുറപ്പെട്ടു എന്നാണ്. ഒരു ദിവസം പോലും എന്ത് ചെയ്തില്ല, അങ്ങോട്ട് മാറാൻ ദൈവം സമ്മതിച്ചില്ല. കൃത്യം ആ ദിവസം തന്നെ പുറപ്പെടുമ്പോൾ ദൈവം അരുളി ചെയ്യുന്ന വചനമാണത്. മോശയോട് പറയുന്ന വചനമാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. എന്താണ് ഓർമ്മ? എന്താണ് അവരുടെ ഓർമ്മ? ഓർമ്മ എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടിനെ കുറിച്ച് ചുരുക്കമായിട്ട് പറയട്ടെ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്ന് തോന്നത്തക്ക രീതിയിൽ അവരെ കഷ്ടമനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ജീവിതത്തെക്കാൾ മരണം തിരഞ്ഞെടുക്കുന്ന, അങ്ങനെ ഇച്ഛിക്കുന്ന ഒരു കൂട്ടം ജനം, കഷ്ടപ്പാടിൻ്റെ ആധിക്യം എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിൽ നിന്ന് വിടുതലാണ് ഇന്ന്. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ ഓർക്കണം. വേറൊരു ഒരു ജീവിത ക്രമം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, അത് നിങ്ങൾ പാലിക്കണം. അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വിശുദ്ധിയാണ്. അതിൻ്റെ ചുരുക്കം വിശുദ്ധിയാണ്. ഇതുവരെയുള്ള മിസ്രയീമിൻ്റെ ആ ജീവിതമല്ല, വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത്, ഉണ്ടാകാൻ പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, തരുന്നത്. അത് നിങ്ങളുടെ പിതാവായ അബ്രാഹാം വിശ്വാസത്താൽ സ്വീകരിച്ച അല്ലെങ്കിൽ അബ്രാഹാം എന്ന ഏകനെ വിളിച്ച് വേർതിരിച്ച ദൈവം നിങ്ങൾക്ക് നൽകുന്നതാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരെ അവിടുന്ന് പുറപ്പെടുന്നു. അത് ഓർമ്മ നാളായിട്ട് കൊണ്ടാടണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഉത്സവമായിട്ട് നിങ്ങൾ കൊണ്ടാടണം. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് തലമുറയായിട്ട് എന്ത് ചെയ്യണം? കൊണ്ടാടണം. ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം നമുക്ക് തോന്നും, അല്ലേ? ഇവിടെയൊക്കെ നമ്മൾ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ആരാധനാലയങ്ങളിലുള്ള ആഘോഷങ്ങളെയാണ് ഉത്സവം എന്ന് പറയുന്നത്. വേദവസം നോക്കുമ്പം ഉത്സവം എന്ന് തന്നെ അതിനും പറയാം. ഇവിടങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇതിപ്പോൾ സഭാദിനമെന്നാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഞങ്ങൾ പെരുന്നാളില്ല ഇവിടെ, അങ്ങനെ പെരുന്നാളില്ല. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പെരുന്നാളുണ്ട്. പല പെരുന്നാളുകളാണ്. പ്രധാനമായിട്ടും 2 പെരുന്നാൾ ഇപ്പോൾ ഉണ്ട്. ചിലയിടത്ത് ഒന്നേ ഉള്ളൂ, ചിലത് രണ്ടും കൂടെ കപ്പിൾ ചെയ്ത് ഒന്നാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ 5 പെരുന്നാളുണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറഞ്ഞ് വിശ്വാസത്തിൻ്റെ കൂടുതലുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, 5 പെരുന്നാൾ കുറഞ്ഞ് അത് 4ആയി, 3ആയി, ഇപ്പോൾ 2 നിൽക്കുകയാണ്. ചിലത് 2 കൂടെ കപ്പിൾ ചെയ്ത് ഒന്നാക്കിയിരിക്കുകയാണ്. ആ ദിവസം മാറിയപ്പം സൗകര്യാർത്ഥം ഞായറാഴ്ച ദിവസം ആക്കിയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വളർന്ന് എന്ത് ചെയ്തിരിക്കുന്നു, അതൊരു ചടങ്ങായിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഒന്ന് പള്ളി പ്രതിഷ്ഠാദിന പെരുന്നാളാണ്. പ്രതിഷ്ഠ എന്ന് പറയുന്നത് പള്ളി 2 രീതിയിൽ അതിനെ ആചരിക്കുന്നുണ്ട്. ഒന്ന് പള്ളി അവിടെ ആരാധന ആരംഭിച്ചത്, പള്ളിയായിട്ട് ബന്ധമില്ല എങ്കിലും അവിടെ ആരാധന ആരംഭിച്ചത് പള്ളി പ്രതിഷ്ഠ എന്ന് പറയുന്ന തുടങ്ങുന്നുണ്ട്. മറ്റൊന്ന് പള്ളി സ്ഥാപിച്ച ദിനം, കല്ലിട്ട ദിനം എന്നാണ് ചില പള്ളികളിൽ പറയുന്നത്. അങ്ങനെയുണ്ട്. ചിലത് പള്ളി പ്രതിഷ്ഠിച്ച ദിനമാണ് അത് തന്നെ കൊണ്ടാടുന്നത്. എന്നിരുന്നാലും പള്ളിയുടെ ആരംഭം എന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു.
അത് വളരെ വലിയ ഉത്സവമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടാടുന്നത്. പൊട്ടുവെടി ബാൻഡുകളൊക്കെ ഇന്ന് അവിടെ ഉണ്ട്. അത് അവിടുത്തെ ഒരു രീതിയാണ് എന്ന് ഞാൻ സമയത്ത് പറയട്ടെ. അതുകൊണ്ട് അത് അവിടെ വലിയ ഉത്സവമായിട്ട് കൊണ്ടാടുന്നു. CSI സഭക്കാർ മാത്രമല്ല, എല്ലാ സഭക്കാരും എന്ത് ചെയ്യുന്നു, ചില പള്ളികളിലെ പെരുന്നാളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ചില പള്ളികളിൽ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒട്ടുംപിടിയൊന്നുമില്ല. സാധാരണ ആരാധനയാണ് അത് ഉള്ളത്. ലേലങ്ങളൊക്കെ കാണും. അതാണ് പ്രത്യേകത. ഓരോ കാലഘട്ടം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ തിരക്കൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതെല്ലാം കുറവ് വരുന്നുകൊണ്ടിരിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ കുറവാണ് കൂടുതലാണ് എന്ന് സ്വയം ശോധന ചെയ്യുന്നതാണ് ഞങ്ങൾ അവിടെ. ഇവിടെ അങ്ങനെ രീതികളില്ല. ഇവിടെ നമ്മൾ ആ ദിവസം ആചരിക്കുന്നു, വളരെ നല്ല കാര്യം. ഇവിടെ പൊതുവെ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ സഭാദിനത്തിൻ്റെ അന്നൊരു ചെറിയൊരു ചരിത്രം സംക്ഷിപ്തമായി എന്ത് ചെയ്യുന്നത് വായിക്കുന്നത് ഞാൻ പല പള്ളിയിലും കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം വരികയാണ്, ഇവിടെ എങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പുത്തൻ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് ഈ സഭ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു ലഘു വിവരണം എല്ലാ വർഷവും ഉള്ളതാണ് എന്ന് നാം മറന്നു പോകരുത്. തീർച്ചയായിട്ടും അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സഭ രൂപീകൃതമായത്? തലമുറകൾ കഴിയുമ്പോൾ ഇതെങ്ങനെ വന്നു എന്നൊരു അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം ആരായിരുന്നു, എങ്ങനെ നാം വന്നു, ഇത് നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് തന്നെ. മോശ ഊന്നി പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നതും അതുതന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. എന്തിൻ്റെ ഓർമ്മ? ഇസ്രായേലിൽ ഫറവോന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അവർ അനുഭവിച്ച കഷ്ടങ്ങൾ, അതിൽ നിന്നുള്ള വിടുതലാണ്. കഷ്ടങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ഇഷ്ടിക ചുട്ട് പട്ടണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പട്ടണങ്ങൾ പണിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇഷ്ടിക ചുടുമായിരുന്നു അവരുടെ ഒരു ജോലി. അവരെ കാരണം അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഗൂഢലക്ഷ്യം ഇതായിരുന്നു: ഇത് ഏറ്റവും കഷ്ടപ്പെട്ടൊരു പണിയാണ്, ഇഷ്ടിക ചുടുക. അത് പറഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കഷ്ടപ്പാടുള്ള ജോലിയാണ്. ആ കഷ്ടപ്പാടുള്ള ജോലി എന്ത് ചെയ്യുന്നു, ഇവർക്ക് കൊടുക്കുകയാണ്. ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിശ്ചിത എണ്ണം കട്ട എന്ത് ചെയ്യണം, അവർക്ക് ചുട്ട് കൊടുക്കണം. അതിനു വേണ്ടി മറ്റ് ആൾക്കാരെ ഊഴിയ വിചാരകന്മാരാക്കിയിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർ വളരെ ശക്തന്മാരായിരുന്നു ഈ ആൾക്കാരെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ ശക്തന്മാരാണ്, ആരോഗ്യവാന്മാരാണ്. നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഒരുത്തരും എന്ത് ചെയ്തില്ല, അന്നേ കാലത്ത് അവരോട് ജയിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഗൂഢമായി ഇവരെ ആസൂത്രിതമായി ഇവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ അന്നത്തെ ഭരണകൂടം ഫറവോൻ ശ്രമിച്ചു. അതിൻ്റെ അനന്തരഫലമായിരുന്നു ഈ കാഠിന്യമേറിയ ഈ ജോലി എന്ന് പറയുന്നത്. ആ ജോലി ചെയ്തു, അവർ ഭംഗിയായിട്ട് ചെയ്തു. അതും കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ, ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു, താളടി അല്ലെങ്കിൽ ഇത് ചുട്ടെടുക്കാനുള്ള അസംസ്കൃത വസ്തുവായിരിക്കുന്ന വൈക്കോലോ അതുപോലുള്ള സാധനങ്ങളൊന്നും എന്ത് ചെയ്തില്ല, തരത്തില്ല. പക്ഷേ എന്ത് ചെയ്യണം, കട്ട ചുട്ട് കിട്ടണം. ചുടാനുള്ള സാധനങ്ങളൊന്നും തരത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചുട്ടോണം, അല്ലേ? തീയില്ലേലും വേണ്ടിയില്ല, മത്തി എന്ത് ചെയ്യണം, ചുട്ട് തരണം. നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ, തീയില്ലേലും കുഴപ്പമില്ല, മത്തി ഞങ്ങൾക്ക് ചുട്ട് തന്നെ കിട്ടും എന്ന് പറഞ്ഞ പോലെ കർണന്മാർ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്. താളടി തരാൻ പറ്റത്തില്ല, വൈക്കോല് തരാൻ പറ്റത്തില്ല, കട്ടയുടെ എണ്ണം കുറയ്ക്കരുത്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരും അതുകൊണ്ട് വിഷമിച്ചു എന്നാണ് പറഞ്ഞു. ഇല്ലെങ്കിൽ അടിയാണ്, പുറകെ നിന്ന് അടി കൊടുക്കുകയാണ്. കഷ്ടം, പ്രയാസം. കൂട്ടത്തിൽ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള ഒരു ഗൂഢമായ തന്ത്രം കൂടെ, അതും കൂടെ ആയപ്പോൾ അവർ മടുത്തു എന്നവിടെ പറഞ്ഞു. അവർ ആകെ വിഷമത്തിലായി എന്നവർ കണ്ടു. മോശയ്ക്കും അഹരോനും നേരെ അവർ പിറുപിറുത്തു. ഇവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ഇതിന് കാരണമെന്ന് അവർ പറഞ്ഞു. അവർ കഷ്ടപ്പെട്ടു. ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് അവർ ചിന്തിച്ചു. അതാണ് കഷ്ടം എന്ന് പറയുന്നത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ പുറകോട്ടൊന്ന് നോക്കുമ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമാനമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അതിൽ നമ്മളെ വിടുവിച്ചത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനവുമായിട്ട് വന്ന മിഷണറി വീരന്മാരാണ്. തിങ്കൾ ടൂബേ തുടങ്ങി ആൾക്കാർ, മിഷണറി വീരന്മാർ, ദൈവവിശുദ്ധന്മാർ, അവർ അഗ്രഗണ്യരായിട്ട് അതിന് പ്രവർത്തിച്ചു. പല രാജ്യങ്ങളിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അവർ ഭൂപ്രദേശങ്ങൾ അവർ അന്നത്തെ ഗവൺമെൻറ്റിനോട് വിലയ്ക്ക് വാങ്ങുകയും അവർ അടിമച്ചന്തകളിൽ പോയി അടിമകൾ ആൾക്കാരെ വിലയ്ക്ക് വാങ്ങി അവിടെ കുടിയിരുത്തുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ധാരാളം സ്ഥലങ്ങൾ കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ സ്വന്തമായി സ്ഥലം വാങ്ങി കൊച്ചു സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ വീതിച്ചു കൊടുത്തു എന്ന് രേഖപ്പെടുത്തി. അവരെ അധ്വാനിച്ച് അവരെ അതിൽ നിന്ന്
ആദായം ഉണ്ടാക്കണമായിരുന്നു, ജീവിക്കണമായിരുന്നു, ജീവിക്കാൻ വേണ്ടി പണി ചെയ്യാൻ പുറത്തു പോകരുത് എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് കിട്ടി എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതും. ഇന്ന് നമുക്ക് കിട്ടിയ വസ്തു പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ഒരു പള്ളിയിൽ ഒരു ഫോൺ വന്നു. തിരുമേനി ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. രാത്രി വിളിച്ചതിന് സന്ധ്യാസമയത്താണ് വിളിച്ചതിന് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. എന്താ സാറേ? നമ്മുടെ പറമ്പിൽ കയറി അയൽക്കാരൻ തടി വെട്ടിക്കൊണ്ടുപോയി. എത്ര തടി കൊണ്ടുപോയി കാണും? 3 തേക്കും തടി, പിന്നെ കുറച്ച് തടികൾ. തടയാൻ ആരെങ്കിലും ഉണ്ടോ? തടയാൻ ആരും ഇല്ല ഇവിടെ. ഒരു കാര്യം ചെയ്യും, കേസ് കൊടുക്കണം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചു, തടി അവർ കൊണ്ടുപോയോ? തടി കൊണ്ടുപോയി തിരുമേനി. എന്നാ ചെയ്യാൻ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതെന്നെ അവരത്രയും അധികാരികമായി അത് കയറാൻ കാരണം എന്താ? അവർ പറയുന്ന അവരുടെ സ്ഥലമാണ്. ഉടനെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ അവർ എൻ്റെ രേഖയെല്ലാം കൊണ്ട് വന്ന് നോക്കിയപ്പം ഏതാണ്ട് 80 സെൻറ്റ് സ്ഥലം ചെയ്തിട്ടുണ്ട്. അവർ കൈവശപ്പെടുത്തി, അവർ റീസർവേയിൽ അവരുടേതാക്കി. – 1927 ആരംഭിച്ച പള്ളിയാണ്. 1927 അവർക്ക് അന്നുണ്ടായിരുന്ന 1 ഏക്കർ 27 സെൻറ്റാണ് ഉണ്ടായിരുന്നതാണ് എൻ്റെ ആധികാരികമായ രേഖ. ഇപ്പം വന്ന് പള്ളിക്ക് അവിടെ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ഒന്നോർത്ത് നമുക്ക് കിട്ടിയ ഈ വലിയ ദാനത്തിന് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ പൈസ മുടക്കാത്തതുകൊണ്ട് നമുക്കൊരു ദണ്ഡമില്ലേ എന്ന് ഞാൻ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ട്, ഞങ്ങളോട് തന്നെ ചോദിക്കാറുണ്ട്. അവിടെ പ്രത്യേകമായ പ്രോപ്പർട്ടി കമ്മിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കാലഘട്ടങ്ങൾ വളരെ ശക്തമായിട്ട് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത്, നമുക്ക് കിട്ടിയതുപോലെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. സ്ഥലത്തിന് അതിര് പോലും അറിയത്തില്ല. കഴിഞ്ഞ വേറൊരു കേസ് നടപ്പുണ്ട്. ആ കേസിൽ ഇപ്രകാരമാണ്, ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലം ആണ്. അത് വേറൊരാൾ കൈവശപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ അന്നേരമാണ് സഭക്കാർ അറിയുന്നത് അങ്ങനെ നമുക്ക് സ്ഥലമുണ്ടെന്ന്. ഇച്ചിരി മാറിയാൾ അതിനെക്കുറിച്ച് കേസെല്ലാം കൊടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്ത്, ഞങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി തരാം, ഞങ്ങൾ ഇതിൻ്റെ ദിവസം വരുന്നുണ്ട്, അതിരൊന്ന് കാണിച്ചു തരണം. 1.5 ഏക്കറോളം സ്ഥലം അതിര് കാണിക്കാൻ ഒറ്റ മനുഷ്യനുമില്ല, അതിരറിയാവുന്ന ആരുമില്ല. 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള സഭ, അതിര് കാണിക്കാൻ ആരുമില്ല. എവിടെയാണ് പരാജയം? ഞാൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ കാര്യം എങ്ങനെയാണ് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ അതും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞാൽ, നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ കൈവശം എവിടെയാണ് തകരാറ് പറ്റിയത്? എവിടെ നിന്നാണ് നമ്മൾ അകന്നു പോയത്? ഓർമ്മ നാൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്? എന്ത് നമുക്ക് നേടി അല്ലേ? 1 താലന്ത് തന്നു, 1 കൂടെ നേടിയോ? 5 താലന്ത് തന്നു, 5 കൂടെ നേടിയോ? 10 തന്നു, 10 കൂടെ നേടിയോ? ഇല്ല. നമ്മൾ അതിനെക്കുറിച്ച് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ. ഈ കാലഘട്ടങ്ങൾ നമുക്ക് വളരെ വൈഷമ്യമേറിയതാണെന്ന് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. വൈഷമ്യമേറിയ കാലഘട്ടമാണ്. നമ്മുടെ ഭൂസ്വത്തുക്കൾ എന്ത് ചെയ്യണം? നമ്മുടേതായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. അതിന് രേഖകൾ നമ്മൾ കൈവശം വെക്കണം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. തർക്കങ്ങൾ ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു പൊതു രീതിയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇത് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ കടലാസ് കൊണ്ടുവരാണ്ട് പറയുക. അതാണ് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൊതുജനങ്ങളും സഭയുടെ ഭരണസമിതികളും ഇവിടെ പ്രകാരം അത്ര വിഷയങ്ങളുണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. രേഖകൾ നമ്മൾ പക്കായിട്ട് സൂക്ഷിക്കണം. കരവടയ്ക്കാതെ കൃത്യമായിട്ട് അടച്ചിരിക്കണം. പട്ടയമില്ലെങ്കിൽ പട്ടയം എടുക്കണം. നടപടികൾ നമ്മൾ നോക്കണം. സ്ഥലത്തിൻ്റെ അതിരുകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാർക്ക് ചെയ്തിടണം. നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ എന്ത് ചെയ്യണം? അത് കാണിക്കണം. ഇതാണ് നമ്മുടെ അതിരെന്ന് കാണിക്കണം. കാരണം പ്രായമുള്ളവർ വയ്യാന്നാകുമ്പോൾ അവർക്കത് അറിയണം. ചോദ്യം ഇതാണ്, നിങ്ങളുടേതാണെങ്കിൽ തെളിവ് കൊണ്ടുപോകാം. അത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ വിഷയത്തിലേക്ക് വരട്ടെ. ഇത് നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. ഓർമ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രത്യേക ഒരു ക്രമം ദൈവം നൽകുകയാണ്. ഒരു ആരാധന ക്രമം ദൈവം നൽകുകയാണ്. ദൈവത്തോട് സമീപിക്കാനുള്ള ഒരു മാനദണ്ഡം ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുകയാണ്. അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ജനം ദൈവത്തെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള സംഗതി. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ പോലെ ആയിരിക്കണം. ദൈവം വിശുദ്ധനാണ് അല്ലേ? ദൈവം വിശുദ്ധനാണ്.
ഇന്ന് 2-ാം പാഠം വായിച്ചപ്പോൾ അതിനകത്ത് ആ ഒരു ഭാഗം വിട്ടുപോയി. ആരാണ് വായിച്ചത്? ഞാൻ ശ്രദ്ധിച്ചില്ല. 17-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം എന്ത് ചെയ്ത് വിട്ടുപോയി? ഒന്ന് വായിച്ചു നോക്കാൻ എനിക്കറിയാം ഏതാ വിട്ടുപോയത്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ആകയാൽ ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കുന്നതാണ് അതിൻ്റെ കണ്ടന്റ്. അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെയ്യുന്ന ഒറ്റ മാനദണ്ഡം അത് വിശുദ്ധിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തെ പ്രസാദിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്, അല്ലേ? ഇന്ന് പള്ളി പോകാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്തില്ല? പള്ളി പോകത്തില്ല. ഇന്നെനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കത്തില്ല. ഇന്ന് വേദോസം വായിക്കാൻ നേരമില്ല, വേദോസം വായിക്കുന്നില്ല. നമ്മുടെ നേരവും നമ്മുടെ കാലവും നമ്മുടെ സൗകര്യവും നമ്മുടെ ഇഷ്ടം നോക്കിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. ദൈവത്തെ ആരാധിക്കുന്നവൻ ആ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. ഇല്ലാതെ നമുക്ക് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് എങ്ങനെ എന്നുള്ളതിന് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിശുദ്ധ വചനത്തിൽ ഇത് നമുക്ക് തന്നിരിക്കുന്നു, നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നിരിക്കുന്നു. ചരിത്രം ഒന്നോടെ പുറകോട്ട് പോയാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പല പ്രായമുള്ള ആൾക്കാർക്കും ചെറുപ്പക്കാർക്കും എഴുത്തും വായനയും അറിയത്തില്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്ന് മനസ്സിലാക്കരുത്, മറന്നുപോകരുത്. ചരിത്രം അതാണ്. എഴുത്തും വായനയും പഠിച്ചത് ആദ്യം നമ്മളാണ് പഠിച്ചത്. വ്യാപകമായി എഴുത്തും വായനയും പഠിച്ചത് നമ്മളാണ്. നമുക്ക് പഠിക്കാനാണ് നമ്മൾ സ്കൂളുകൾ മിഷണന്മാർ കെട്ടിയുണ്ടാക്കിയത്. അവിടെ മറ്റാൾക്കാർ വന്ന് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറന്നു പോകരുത്. അതാണ് നമ്മുടെ പാരമ്പര്യം. അതുകൊണ്ട് വായിക്കാനായിട്ട് പഠിച്ചെങ്കിൽ, അതിനുള്ള അവസരം ദൈവം തന്നെങ്കിൽ ഇത് ആദ്യം വായിക്കണം. വചനം. പല അക്രൈസ്തര ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഇംഗ്ലീഷ് പഠിച്ചത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാണ്. പഠിച്ചത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാണ്. ടെക്സ്റ്റ് ബുക്കായിട്ട് പറയാനായിട്ട് അതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു വലിയ പുസ്തകമായിട്ട് അതേ ഉള്ളൂ. അതുകൊണ്ട് കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാണ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പല അക്രൈസ്തരായ ആൾക്കാരും പറഞ്ഞു. നമ്മളെന്നാ വായിക്കും? നമ്മളെന്നാ പ്രാർത്ഥിക്കും, അല്ലേ? ഓർക്കണം, ഇത് നിങ്ങൾക്ക് ഓർമ്മതാളായിരിക്കണം. 140ാമത് പ്രതിഷ്ഠ നമ്മൾ കൊണ്ടാടുമ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോവുക. ദൈവമേ, അങ്ങയുടെ നടത്തിപ്പ് ഞങ്ങൾ മനസ്സിലാക്കും. എത്രയോ അത്ഭുതകരമായിട്ടാണ് നീ ഞങ്ങളെ വഴി നടത്തിയത്, അല്ലേ? ഞങ്ങൾ ഒന്നുമേ അറിഞ്ഞില്ല, അല്ലേ? ഇസ്രായേലിലെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു, അല്ലേ? നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയാണ്. നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ വന്നപ്പോൾ നമുക്ക് വലിയ ഒന്നാന്തരം പള്ളി, അല്ലേ? ഒന്നാന്തരം ഫാന്, നടക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, നല്ല കാർപ്പറ്റ്, അടച്ചിടാനായിട്ട് നല്ല ഗേറ്റ് എല്ലാം ഉണ്ട്. നമുക്കറിയത്തില്ല ഇതെങ്ങനെയാണ് വന്നതെന്ന്. പക്ഷെ ഇതിനൊരു ചരിത്രമുണ്ട്. അത് നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതോർത്ത് നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മുടെ ഈ ക്രിസ്ത്യ സഭകളിലേക്ക് വന്ന, അല്ലെങ്കിൽ സഭാംഗങ്ങളായി തീർന്ന വിശ്വാസിലേക്ക് വന്ന ആൾക്കാർക്ക് മാത്രമല്ല, കേരളക്കരയിലുള്ള എല്ലാ സമുദായങ്ങൾക്കും അവരും ഈ പുരോഗതിയിലേക്ക് അവരുടെ ചിന്ത വന്നത്, ഭരണാധികാരികളെ പുരോഗതി ചെയ്ത് ഉണ്ടാക്കിയത് മുഴുവനും എന്താണ്? ഈ വചനമാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനമാണ്, മിഷന്മാരുടെ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വചനത്തെ മുറുകെ പിടിക്കാൻ, ഇതിനെ എല്ലാ ദിവസവും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഇതനുസരിച്ച് നടക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഞാൻ പറയുന്നതും ഞാൻ നടക്കുന്നതുമുള്ള വ്യത്യാസമാണ്. എൻ്റെ വായിൽ നിന്ന് വരുന്ന ഞാൻ പറയുന്ന വചനങ്ങളും എൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ തിരിഞ്ഞു ചിന്തിക്കണം. ഇതിൻ്റെ അകത്തൊരു വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ, ക്രിസ്ത്യാനി എന്ന് നമ്മൾ പേര് നാമധേയം എടുക്കുന്നുവെങ്കിൽ, അതിനനുസരിച്ച് നടക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ആ പേര് കൊണ്ട് നമ്മളത് അന്വർത്ഥമാക്കി തീർക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഒരു വചനം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതനുസരിക്കാനാണ് പറഞ്ഞിരിക്കുന്ന ഈ വചനം, അത് നമ്മൾ അനുസരിക്കേണ്ടതാണ്. ഇത് തമ്മിലുള്ള അന്തരമാണ് ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വചനവും നമ്മുടെ നടപ്പും തമ്മിലുള്ള, നമ്മൾ പറയുകയും പ്രവൃത്തിയും വാക്കും പ്രവൃത്തിയും നമ്മൾ അന്തരം ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ സാക്ഷികളായപ്പോൾ നമുക്കിടയായി തീരണം. സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കണം. അവരതിൽ നിൽക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നല്ല നല്ല സഭാ നേതാക്കന്മാർ ഉണ്ടാകേണ്ടത്
സഭ ജനങ്ങളിൽ നിന്നാണ് വരേണ്ടത്. ജനങ്ങളിൽ നിന്നാണ്, വിശ്വാസ സമൂഹത്തിൽ നിന്നാണ് സഭയിൽ നേതാക്കന്മാരുണ്ടാകേണ്ടത്. വിശ്വാസ സമൂഹം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ നിന്ന് നല്ല ദർശനമുള്ള ആളുകൾ എഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഞങ്ങളുടെ നാമം ഉയർത്തുന്ന ആളുകളെ ഞങ്ങൾ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് ഏതാണ്ട് 6 ദൈവ ശുശ്രൂഷകരുണ്ട്, 5 അച്ഛന്മാരും ഒരു അച്ഛനാകാണ്ട് അല്ല പഠനം പൂർത്തിയായ ആളും ഉണ്ട്. 6 പേര് 140 വർഷം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ശരാശരി ഒരു 30 വർഷം വെച്ച് എന്ത് ചെയ്യാം, നമുക്കെന്നെ കണക്കാക്കാം. 25-30 വർഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ വെച്ച് വന്നിട്ടുണ്ട് അല്ലേ. 4 നൂറ്റാണ്ടിൽ ഒരു ദൈവവേലക്കാരൻ അല്ലേ. ഏതാ വർഷം ഒന്ന് കണക്കാക്കുമ്പോഴാണ് മതിയോ? പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും നമ്മുടെ ഇടയിൽ നമ്മളെ ചെറുപ്പക്കാരൻ ചെയ്യണം, ദൈവ ശുശ്രൂഷയായിട്ട് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അവരുടെ ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയമായിരിക്കണം നമ്മുടെ എല്ലാ ദിവസത്തെയും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ല, നമുക്ക് ധാരാളം അറിവ് എന്നേക്കാൾ കൂടുതൽ ഉണ്ട്. വചനത്തിൻ്റെ വിരുദ്ധതയെക്കുറിച്ചുള്ള അറിവുകൾ എന്നേക്കാൾ കൂടുതൽ ഉണ്ട് എന്നെനിക്ക് നിശ്ചയമാണ്. അതുകൊണ്ട് ഈ സന്തോഷവേളയിൽ, ഈ ഉത്സവ ദിനത്തിൽ, ഈ സഭാദിനത്തിൽ നമ്മൾ ഓർക്കുക, തീരുമാനമെടുത്തുകൊണ്ട് പോവുക. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഇന്നേക്ക് 140 വർഷം മുമ്പ് അങ്ങ് കണ്ടെത്തിയ കൃപയ്ക്കായ സ്തോത്രം. അവരുടെ വിശ്വാസ തീരുമാനത്തിനായ ധീരതയ്ക്കായ സ്തോത്രം. അന്നത്തെ വളരെ വ്യത്യസ്തമായ ചുറ്റുപാടിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് ചുവട് വെക്കാനായിട്ട് അവർ കാണിച്ച ധൈര്യത്തിനായ സ്തോത്രം. അങ്ങ് അവരെ ധൈര്യപ്പെടുത്തുന്നതിനായ സ്തോത്രം പറയണം. ഇന്നത്തെ കൂടുതൽ ചരിത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വിശ്വാസം സ്വീകരിച്ച ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതെല്ലാം സഹിച്ചു നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ. നമ്മൾ ഈ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു, ഈ സുഖം സൗകര്യം നമ്മൾ അനുഭവിക്കുന്നു എങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് ഇനിയും നിൽക്കണം. ഇതുപോലുള്ള മറ്റനേകർ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, അവരും അതറിയണം. അതിനാണ് ഉത്സാഹിക്കാം. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ദിവസമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ദിവസത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നന്ദി കരയേറ്റ്. അന്ന് സുവിശേഷയോടെ പറഞ്ഞ ആളുകളെ നമുക്ക് ഓർത്ത്, അന്നിവിടെ തുടർന്നുള്ള നാളുകളിൽ ശുശ്രൂഷ ചെയ്തവരെ നമുക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റാം. അങ്ങനെ നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പറയാനായിട്ട്, ആവശ്യപ്പെടാനായിട്ട്, അത് മനസ്സിലാക്കി തരണമെന്ന് പറയുക. വചനം നമ്മൾ എല്ലാ ദിവസവും വായിക്കുക, വായിച്ച് അതിനനുസരിച്ച് ജീവിക്കുക. പ്രാർത്ഥനയോടെ എന്ത് ചെയ്യുക? ആലയത്തിൽ വരിക, പ്രാർത്ഥനയോടെ ആലയത്തിൽ വരിക. ദൈവമേ, അങ്ങയുടെ ആലയത്തിലേക്ക് അടിയങ്ങൾ പോവുകയാണ്. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതാണ് ആലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം ആ സ്ഥലങ്ങൾ പ്രത്യേകമായി വേർതിരിക്കുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട് എന്ന് വചനം അസന്നിഗ്ധമായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ആരുടെ സാന്നിധ്യമുണ്ട്? ഇവിടെ ആരുടെ സാന്നിധ്യമുള്ള? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ കണ്ണുള്ള ഇടം, ദൈവത്തിൻ്റെ ദൃഷ്ടിയുള്ള ഇടം, ദൈവത്തിൻ്റെ ഹൃദയമുള്ള ഇടം. അവിടെ വന്ന് നമ്മൾ പറയണം, ദൈവമേ, ഇതാണ് എൻ്റെ ആവശ്യം. ആരെങ്കിലും ഏതെങ്കിലും CSI കാരൻ ദേവാലയത്തിൽ വന്ന് അവരുടെ ആവശ്യം പറയുന്നുണ്ടോ? കേൾക്കാൻ തയ്യാറായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേക്ക് 140 വർഷം മുമ്പ് ഈ ഇടം എത്ര പേരത് ഉപയോഗിക്കും? പ്രാർത്ഥിക്കുക, ദൈവം ഇന്നതാണ് എൻ്റെ ആവശ്യം. ധാരാളം ഉദാഹരണം വചനത്തിൽ തന്നെ ഉണ്ട്. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കും? നമ്മൾ ആ പ്രാർത്ഥനയോടെയാണോ? ദൈവമേ, ദൈവാലയത്തിലേക്ക് വരിക. നമ്മൾ ഈ ആലയത്തിന് മുമ്പേ കൂടെ പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കാറുണ്ടോ? ഈ ആലയത്തിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ ഈ ആലയത്തെ മൈൻഡ് ചെയ്യാറുണ്ടോ? ഇല്ല. മറ്റിതര സഭകളെ നോക്കുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ അവരെ കളിയാക്കുമായിരിക്കും. ഒരു കുരിശൻ തൊട്ടി കണ്ടാൽ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അവരുടെ ഒരു കുരിശായിരിക്കും അല്ലേ. ഒരു ദേവാലയം അവർ പാസ് ചെയ്താൽ, ഏത് ദേവാലയമാണെങ്കിലും എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? അവരെ ഒന്ന് തലവണക്കും. നമ്മളോ? കുരിശൻ തൊട്ടിയല്ല, കത്തീഡ്രൽ പള്ളിയല്ല, ജില്ലാ ചർച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ചർച്ച് കണ്ടാലും നമുക്ക് എന്തല്ല, ഒരു പ്രശ്നവുമില്ല. നമ്മളെ പഠിപ്പിക്കലിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ, നമ്മുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പമാണ്. ദൈവസന്നിധി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളവിടെ മറ്റും നമ്മൾ മറികടന്ന് പോവുകയാണ്, യാത്ര പോവുകയാണ്. എന്ത് ചെയ്യുന്നു? ദൈവമേ കാത്തോളണം. അതാണ് അവരുടെ പ്രാർത്ഥന. നമ്മളോ? ഓർക്കണം, ഇവിടെ വരുമ്പോൾ ആരെങ്കിലും നമ്മൾ ദൈവമേ ഇന്ന് വരാൻ സാധിച്ചതിന് സ്തോത്രം എന്ന് പറയുന്നുണ്ടോ?
ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? പള്ളിയിൽ നടന്നു വരാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ ഉണ്ട് ഈ ഭൂമിയിൽ നിന്ന് മറന്നു പോകാൻ. അപ്പോൾ നമുക്ക് നടന്നു വരാൻ ദൈവം ആയുസ് ആരോഗ്യം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ നന്ദി, ഒരു വിശുദ്ധ ദിവസം കൂടെ വരാൻ പറ്റിയല്ലോ, നന്ദി ദൈവമേ. നമ്മുടെ ഭാരങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ പോകേണ്ടതാണ്. ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉത്സവം കഴിഞ്ഞ് പോകുന്നവർ സന്തോഷത്തോടെ പോയി എന്നാണ്. ഇവിടെ ദേവാലയ പ്രദേശം നമ്മൾ ഇന്ന് വായിച്ച വേദപുസ്തകത്തിൻ്റെ 1-ാം പാഠത്തിൻ്റെ ഭാഗം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, 14 ദിവസത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ദേവാലയ പ്രതിഷ്ഠ ആദ്യം 7 ദിവസമായിരുന്നു, പിന്നെ ഒരു 7 ദിവസം കൂടെ അവർ ആചരിച്ചു. 15-ാം ദിവസം സലോമൻ രാജാവ് ജനത്തെ വിട്ടയച്ചു. അവർ പോയപ്പോൾ മഹാസന്തോഷത്തോടെ പോയി എന്നാണ് പറയുന്നത്. മഹാസന്തോഷത്തോടെ പോയി. ഇന്ന് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ, സവാദിനം കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛാ നമ്മുടെ മുഖം എങ്ങനെയിരിക്കുന്നത് ഓർക്കേണ്ടതാണ്, അല്ലേ? ചിന്തിക്കണം. അപ്പം അതിനെന്ത് പറയുന്നതെന്ന് ഓർക്കണം. നമ്മൾ വന്ന പോലെയാണ് പോകുന്നതെങ്കിൽ പെരുന്നാൾ കൂടിയിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. വന്നതിനേക്കാൾ കുറച്ചുകൂടെ മുഖം കറുപ്പിച്ചാണ് പോകുന്നതെങ്കിൽ മറ്റെന്തോ എന്നിവിടെ സംഭവിച്ചു. ഇവിടെ വന്നപ്പോൾ അധികമായിട്ട് നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കും, നമ്മളെ ഭാരപ്പെടുന്നു. എന്തുമായിക്കോട്ടെ അതെന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ പറയണം, ദൈവമേ ഇന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അങ്ങത് വഹിച്ചുകൊള്ളണം, അങ്ങത് സഹിക്കണം, അങ്ങത് ഞങ്ങൾക്ക് വേണ്ടി, അവൻ നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനാണെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ഏത് രോഗമാണ്? ദൈവമേ ഇതാണ് എൻ്റെ രോഗം, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല ദൈവമേ, അങ്ങോട്ട് സഹായിക്കണമേ. രോഗം മാറാനല്ല ദൈവമേ, തിരുവക്ഷണം ഒരിക്കൽ മാറ്റിത്തരിക, അല്ലെങ്കിൽ അത് സഹിപ്പാനുള്ള കൃപ തരണമേ. സന്തോഷത്തോടെ പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരുമായി ബുദ്ധിമുട്ടാണ് ദൈവമേ, ഇന്നതാണ് കാരണം, അതെല്ലാം എന്നെ ഇരുന്ന് മാറ്റി തരണമേ. പറയാൻ പറ്റുമോ? പറയും. അതാണ് വ്യത്യാസം. നമ്മുടെ ഹൃദയത്തിൻ്റെ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്, അല്ലേ? ഹൃദയത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? മുഖം എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കും. അതാണ് ഇതിനർത്ഥം. ഇന്നിച്ചിരി വ്യത്യാസം അതിന് വരുത്തിയിട്ടുണ്ടെങ്കിലും അതാണ് എൻ്റെ സംഭവം. ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, ഹൃദയം എന്ന് പറഞ്ഞാൽ ചിന്തയോ മനസ്സിലോ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ട് മുഖത്ത് പ്രതിഫലിക്കും. അതെല്ലാം എടുത്തിവിടെ ഇട്ടാൽ പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മുഖം പ്രസന്നമായി. ദൈവ സാന്നിധ്യത്തിൽ, ദൈവാലയത്തിൽ നിന്ന് നമ്മൾ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, മോശ 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു. ദൈവത്തിൻ്റെ കൂടെ ജനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് ദൈവം. 40 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം എങ്ങനെയായിരുന്നു? പറയാമോ കുഞ്ഞുങ്ങളെ? 40 ദിവസം കഴിഞ്ഞപ്പോൾ മുഖം എങ്ങനെയായിരുന്നു? മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മോശയുടെ മുഖം എങ്ങനെയായിരുന്നു? പ്രകാശമുള്ളതായിരുന്നു. മോശ പോലും അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച മോശ, ദൈവദാസൻ, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ ജനങ്ങൾ ഭയപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവന് മുഖം പ്രകാശിതമായിരുന്നു. അതുകൊണ്ട് മോശ ഒരു മൂടുപടം ഇട്ടിരുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടി. ദൈവസാന്നിധ്യമുള്ള ഒരാളെ കണ്ടാൽ മരിച്ചു പോകും എന്നൊരു ചിന്ത ആ കാലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതങ്ങനെ ചെയ്തിരുന്നു. നമ്മൾ ആലയം വിട്ട് പോകുമ്പം എന്നാ തോന്നും? എന്തെങ്കിലും പ്രകാശം തോന്നുമോ? ഈ ബിഷോപ്പ് ഇവിടെ ഇറങ്ങി പോകുമ്പം എന്നാ ഇറങ്ങി ബിഷോപ്പിൻ്റെ ഭാവം, രൂപം, അല്ലേ? ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം ഇവിടെ വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നർത്ഥം. നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിറങ്ങുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന, നമ്മിൽ പകരുന്ന ദൈവ കൃപയാണ് ഈ സന്തോഷം എന്ന് പറയാൻ. അല്ല ചിരിച്ചട്ടകസിച്ച് പോകുക എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കിയത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന സമാധാനവും സന്തോഷം, അത് പ്രാപിച്ച് മുമ്പോട്ട് പോകാനും ഏറ്റവും നല്ല ക്രിസ്ത്യാനികളായി ദൈവമക്കളായിട്ട് ജീവിപ്പാനും നമുക്ക് ഉത്സാഹിക്കാം. ഓരോ ഓർമ്മ ദിവസങ്ങളും ഓരോ സഭാദിനങ്ങളും അതിനുള്ള പുനർപ്രതിഷ്ഠയുടെ അവസരമായി തീരട്ടെ. ഇന്ന് നമുക്ക് ആ പുനഃപ്രതിഷ്ഠയുടെ കടന്നു പോകാം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് അതിന് കാരണമായി തീരുന്ന ഈ തിരുവചനത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിവിടെ നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ വിശുദ്ധന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇത് നമ്മുടെ തലമുറയ്ക്കും വരും കാലങ്ങളിൽ അത് പ്രയോജനകരമായി തീരുവാൻ നമ്മൾ തന്നെ അവർക്ക് മാതൃകയായി തീരേണ്ടതിനും നമുക്ക് തീരുമാനമെടുത്ത് കടന്നു പോകാം. വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യനിയമമായി നിങ്ങൾ അത് ആചരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് ഉത്സവ ദിനം ആയിരിക്കണം. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.